സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജോലിക്ക് പോയാലേ അരിയുടെയും പരിപ്പിന്റെയും ഒക്കെ വില അറിയാൻ പറ്റൂ എന്ന്. അരിയുടെയും പരിപ്പിന്റെയും വില അറിയാനാണെങ്കിൽ നമ്മൾ എന്തിനാ വെറുതെ വൈകിപ്പിക്കുന്നത്? പെട്ടെന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ക്ഷണിക്കാം കർണാടകയിലെ ഹാസനിൽ നിന്നും മൈത്രി, ഒപ്പം അവരുടെ കൂടെയുള്ള ഐഡിയ ബസ് ബാംഗ്ലൂരിൽ നിന്നുള്ള അപൂർവ്. വെൽക്കം വെൽക്കം മൈത്രി ആൻഡ് അപൂർവ്. ആർ യു ഗൈസ് റെഡി ഫോർ യുവർ പിച്ച്? യെസ്. നിങ്ങൾ ഇതിന് മുന്നേ എപ്പോഴെങ്കിലും പിച്ച് ചെയ്തിട്ടുണ്ടോ? യെസ്, ഓൾമോസ്റ്റ് എവറി ഡേ. അപ്പോൾ ഇവർ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗുഡ് ലക്ക്. നിങ്ങൾ തയ്യാറായിരിക്കൂ. ഗുഡ് ലക്ക്. Thank you. ഹലോ, ഐ എം മൈത്രി I'm Apurv. ആൻഡ് വി ആർ ഫ്രം ഗാർഡൻ സിറ്റി, ബാംഗ്ലൂരു. ടൈറ്റൻസ്, ഞങ്ങളൊരു സിമ്പിൾ ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സർവേ ചെയ്തിട്ടുണ്ട്. 1000 ഇന്ത്യൻ സ്റ്റുഡൻസിനെ വെച്ചാണ്. അതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് എത്ര പോക്കറ്റ് മണി വേണമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാ, ശ്രേയ വെറും 20,000 റുപ്പീസ് പെർ മന്ത്. പുതിയ ഫാഷന്റെ ട്രെൻഡ് ഒന്നും മിസ്സാവരുത്. വേറൊരാള്, എനിക്ക് റീൽസ് എടുക്കാൻ വേണ്ടി മാത്രം 15,000 രൂപ ചിലവ് വരുന്നുണ്ട്. പിന്നെ രോഹന് 10,000 രൂപ ജിമ്മിലേക്കും 5,000 രൂപ വേ പ്രോട്ടീനും. പിന്നെ അനിയന് 5,000 രൂപ വേറെ ഹാർട്ട് ബ്രേക്കിംഗ് റിക്കവറി. These are the same students to build the startup, invest in crypto, becoming influencer, track UPSC and still have money for the Panipuri days. എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്നുള്ള മോട്ടിവേഷൻ ഞങ്ങൾക്കുള്ളിലുണ്ട്. ഐഡിയ ബസ് കണ്ടിട്ട് ഞങ്ങളുടെ സമയം എപ്പോ വരുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പ്രശ്നം എന്താണ്? പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, വർക്ക് ചെയ്യുന്നത് ഫുൾ ടൈം എംപ്ലോയീസിനെ പോലെയും പക്ഷെ ട്രീറ്റ് ചെയ്യപ്പെടുന്നതോ ഇന്റേൺസിനെ പോലെയുമാണ്. കോളേജിൽ പഠിപ്പിക്കുന്നത് ആദ്യം പഠിക്കൂ പിന്നെ സമ്പാദിക്കുന്ന. പിന്നെ എംപ്ലോയേഴ്സ് പറയുന്നു ജോലി ചെയ്താലല്ലേ സമ്പാദിക്കാൻ പറ്റൂന്ന്. ആ ജോലി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം എക്സ്പീരിയൻസ് വേണ്ടേ? ആ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി വേണം. ഒരുപക്ഷെ നിങ്ങൾ പഠിക്കുമ്പോ തന്നെ ജോലി ചെയ്താ അപ്പോഴും പറയും നിങ്ങൾ വെറും സ്റ്റുഡന്റ് അല്ലേ എന്ന്. ചേട്ടാ, അവൻ സ്റ്റുഡന്റ് ആണെങ്കിൽ എന്താ ജോലി ചെയ്യുന്നില്ലേ? ടാലന്റ് ഉണ്ട് പക്ഷെ പ്ലാറ്റ്ഫോം ഇല്ല. സ്കില്ലുണ്ട് പക്ഷെ ഗിഗ്സ് കിട്ടുന്നില്ല. സഹോദര, കാം ഡൗൺ, റിലാക്സ്. ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം റാൻഡ് അല്ല, എല്ലാ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ റാൻഡ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ടിംബക്ടു. വെസ്റ്റിലല്ലേ ഇത് കോമൺ ആണ്. സ്റ്റുഡൻസ് ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, പഠിച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവിതവും നോക്കുന്നു. ഇന്ത്യയിൽ ഗിഗ് വേർഡ്സ് ചോദിച്ചതും അരിജിത് സിംഗിന്റെ പുതിയ കോൺസെപ്റ്റ് നടക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ആക്ച്വലി ഗിഗിന്റെ അർത്ഥം എന്താണ്? ഷോർട്ട് ടൈം, സ്കിൽ ബേസ്ഡ്, പാർട്ട് ടൈം, ബട്ട് പെയ്ഡ്. Timbuktu exactly offers that: real work, real money, real experience, editing, content creation, pet walking, home tutor. എന്തൊക്കെ അറിയാമോ അത് വെച്ച് കാശ് സമ്പാദിക്കാം. ഇപ്പോ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് തന്നെ സമ്പാദിക്കാം. ഒരു പുതിയ ഭാരതത്തിനെ രൂപപ്പെടുത്താൻ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ ആസ്കിംഗ് പ്രൈസ് 1 crore rupees for 2.3% equity for our company Timbuktu. സോ ടൈറ്റൻസ്, നിങ്ങൾ തയ്യാറാണോ? ഓരോ ഇന്ത്യൻ കുട്ടികളും സെൽഫ് റിലയന്റ് പിന്നെ ഇൻഡസ്ട്രി റെഡിയാക്കാൻ പിച്ച് തയ്യാറാണ്. വളരെ ഗംഭീരമായിരുന്നു. കിടിലൻ പെർഫോമൻസ് എന്ന് തന്നെ പറയാം. Thank you all. മൈത്രി, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഞാൻ ടിംബക്ടു 2022 സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് 2023 ഈ ബിസിനസ് തീർച്ചയായിട്ടും വെഞ്ചർ സൈസ് ബിസിനസ് ആവുമെന്ന് വിശ്വാസം വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് സീഡ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായി. ഞങ്ങൾക്കൊരു കോ ഫൗണ്ടർ വേണമെന്ന് അവരോട് ഡിസ്കസ് ചെയ്തു. സോ അവരാണ് അപൂർവിനെ പറ്റി പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ CV പഠിച്ചതിന് ശേഷമാണ് എനിക്ക് വിശ്വാസം വന്നത്. എന്നെക്കാൾ ഇദ്ദേഹത്തിന് കഴിവുകളുണ്ടെന്ന് തോന്നി. അതിരിക്കട്ടെ, നിങ്ങളുടെ CV കുറിച്ചൊന്ന് പറയൂ. ഞാൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്, ബാംഗ്ലൂരിലെ BMS കോളേജിൽ നിന്ന്. പിന്നെ എന്റെ MBA ഗ്രാജുവേഷൻ ചെയ്തത് TFI മാനേജ്മെന്റിൽ നിന്നാണ്. ശേഷം ഞാൻ 3 സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻ കാറ്റഗറി മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് റോൾസ്. ഞങ്ങൾ കണ്ടുമുട്ടിയ സ്റ്റോറി പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് 3 മണിക്കൂർ സംസാരിച്ചു. അതൊരു കോഫി ഷോപ്പിൽ. അതിനുശേഷം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? ഷീ സെഡ്, യു നോ വാട്ട്, ഞാൻ ആദ്യം നിന്റെ വൈഫിനെ ഒന്ന് കാണട്ടെ എന്ന്. പിന്നെ ഞങ്ങളുടെ അടുത്ത മീറ്റിംഗിന് എന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവര് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളുമായി. എന്നിട്ട് എന്നെ കളിയാക്കി ലാസ്റ്റ് കോ ഫൗണ്ടറും ആക്കി. അത് ഞാൻ പറയാം. എനിക്ക് വർക്ക് പ്ലേസിൽ ഹാർമോണിയുടെ ആവശ്യം വന്നു. ബിക്കോസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു 10-12 മണിക്കൂറിന്റെ വർക്കുകൾ ഉണ്ടായിരുന്നു. ഒരുമിച്ച് ട്രാവലിംഗും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഷീ ബീങ് ഇൻ കംഫർട്ടബിൾ സോൺ വിത്ത് മീ ഓൾസോ ഇമ്പോർട്ടന്റ് ഫോർ മീ.